ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പവിത്രമായ റമദാനിൻ്റെ 20 ദിനരാത്രങ്ങൾ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. തൊട്ടടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന അവസാനത്തെ 10 നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ ഏറ്റവും അതിശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10 എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവസാനത്തെ 10 വളരെ പ്രാധാന്യത്തോടു കൂടിയായിരുന്നു നമ്മുടെ പൂർവികരായ സലഫുകളും സഹാബത്തും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയനുസരിച്ചുകൊണ്ട് അതിനോട് അഭിമുഖീകരിക്കാറുണ്ടായിരുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അവസാനത്തെ 10 ഒറ്റയായ രാവുകളിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ രാവ് ഉണ്ടാവുക എന്ന് പ്രവാചക തിരുമേനിയും പരിശുദ്ധ ഖുർആനും നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഇപ്രകാരം ഉണർത്തി. ഖുർആൻ അവതീർണമായ ആ രാവ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാകുന്നു ആ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന്. ആ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിലാണ് ഒരു വർഷത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു തീരുമാനിക്കുക എന്ന് ഖുർആൻ ഖണ്ഡിതമായി ഉണർത്തുന്നുണ്ട്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യൻ്റെ ആയുസ്സും അവൻ്റെ മരണവും, അവൻ സൗഭാഗ്യവാനോ ദൗർഭാഗ്യവാനോ, അതുപോലെ തന്നെ അവൻ്റെ നന്മ തിന്മകളും, അതുപോലെ തന്നെ അവൻ നിന്ദ്യനാണോ അതല്ല അവൻ ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രമാത്രം സ്ഥാനവും മഹത്വവും നേടിയെടുക്കുന്നവനായി തീരുമെന്നിത്യാദി കാര്യങ്ങൾ പടച്ച തമ്പുരാൻ തീരുമാനിക്കുന്ന ദിവസമാകുന്നു ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഉണർത്തി. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ, അത് 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠമായ രാവാകുന്നു. 1000 മാസം ചെയ്യുന്ന അഥവാ 80 വർഷത്തിലധികം പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുവാൻ ഇടവരുന്ന രാവാകുന്നു ലൈലത്തുൽ ഖദ്ർ എന്ന്. അതുകൊണ്ട് തന്നെ ആ ലൈലത്തുൽ ഖദ്റിനെ ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് സലാമുൻ ഹിയ, അത് സുരക്ഷിതത്വത്തിൻ്റെ, സമാധാനത്തിൻ്റെ, രക്ഷയുടെ രാവാകുന്നു എന്ന് പറഞ്ഞു. ആ രാവിലാണ് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ, ആ രാവുകളിൽ മലക്കുകളും അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമയും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാകുന്നു, രാവാകുന്നു. ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെയും പുലരി വരെയും അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ ആ ദിവസത്തിൻ്റെ, ആ രാവിൻ്റെ ശ്രേഷ്ഠതയുണ്ടാകുമെന്ന് ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ എന്താണ് ഒരു വിശ്വാസിക്ക് ചെയ്യുവാനുള്ളത്? പ്രവാചക തിരുമേനി ഉണർത്തി. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിലാരെങ്കിലും അള്ളാഹുവിനെ പ്രതിഫലം മോഹിച്ചുകൊണ്ട്, പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പൊറുത്തു കൊടുക്കുമെന്ന് റഫീയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരന്തരം ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിൽ നിങ്ങൾ ദുആ ഇരക്കണേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മഹദി ആയിഷ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ അള്ളാഹുവിൻ്റെ തിരുദൂതരെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചു. അവിടുന്ന് ഉത്തരം നൽകി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകാൻ നീ ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് പ്രവാചകൻ തിരുമേനി ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേക പ്രാർത്ഥനയായി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ വരാനിരിക്കുന്ന സാധ്യതയുള്ള ദിവസങ്ങളും അവസാനത്തെ 10 ഒറ്റയായ ദിവസങ്ങളാകുന്നു എന്ന് പ്രവാചക തിരുമേനി ഉണർത്തിയിട്ടുണ്ട്. അത് 21-ലാകാം, 23-ലാകാം, 25-ലും 27-ലും 29-ലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ വർഷവും ഒരൊറ്റ ദിവസം മാത്രമായിരിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഭൂരിപക്ഷം അഭിപ്രായവും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 77-ാം
രാവിനായിരിക്കാം എന്നതാണ് കൂടുതൽ സാധ്യത എന്നും പ്രവാചകന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുവാൻ വേണ്ടി പ്രവാചകൻ അവസാനത്തെ 10 കഴിഞ്ഞാൽ ആ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഇഅ്തികാഫ് ആചരിക്കാറുണ്ടായിരുന്നു. പൂർണ്ണമായി 21-ാം രാവിൻ്റെ പ്രഭാതത്തോടുകൂടി പള്ളിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഭൗതികമായ ക്രയവിക്രയങ്ങളിൽ നിന്ന് അകന്നു നിന്ന് ദിക്റുകളിൽ, ദുആകളിൽ, നമസ്കാരങ്ങളിൽ, ഖുർആൻ പാരായണങ്ങളിൽ വ്യാപൃതരായി പ്രവാചകൻ പള്ളിയിൽ കഴിഞ്ഞുകൂടാറുണ്ടായിരുന്നു. എൻ്റെ കൂടെ നിങ്ങളാരെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഇഅ്തികാഫിന് വേണ്ടി എൻ്റെ കൂടെ ഭജനമിരിക്കുക എന്ന് സഹാബത്തിനോട് പ്രവാചകൻ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മഹനീയമായ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുവാൻ നാം ഓരോരുത്തരും സന്നദ്ധരാവുക. പാപങ്ങൾ പൊറുക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ, അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ രാവിനെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തണേ എന്ന് ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അവസാനത്തെ 10 എന്ന് പറയുന്നത് ജോലിയിൽ നിന്ന് ലീവ് കിട്ടിയാൽ പിന്നീട് നമ്മൾ മാർക്കറ്റിങ്ങിനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉറക്കമൊഴിവാക്കി ഈ രാത്രിയെ, ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിനെ നിങ്ങൾ പാഴാക്കി കളയുന്നരുത് എന്ന് ഉണർത്തുകയാണ്. അതിനാൽ തന്നെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തി റബ്ബിൻ്റെ അടുക്കലേക്ക് പുണ്യം നേടിയെടുക്കുവാൻ വേണ്ടി ഈ അവസാനത്തെ 10 രാവുകളെ പരമാവധി ഉപയോഗിക്കണേ എന്ന് ഉണർത്തുന്നു. അള്ളാഹു നമ്മെ എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുപോലെ വീഴ്ചകൾ പുറത്തു തന്ന് മാപ്പാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങളും നോമ്പും നമസ്കാരവും ദിക്റുകളും ദുആകളും സ്വീകരിച്ചുകൊണ്ട് റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.